കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പാലാ സ്വദേശിയുമായ സന്തോഷ് പുളിക്കനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കോട്ടയം വെസ്റ്റ് പോലീസ് മർദ്ദിച്ചുവെന്നാണ് ആരോപണം. കോട്ടയം തിരുനക്കര മൈതാനത്തിന് സമീപം ഇന്നലെയായിരുന്നു സംഭവം. സന്തോഷ് പുളിക്കൻ പാലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവം ഞാൻ ഇന്നലെ കളക്ടറെ കാണാനായിട്ട് പോയതായിരുന്നു. ഇന്നലെ എക്സ്പെൻഡിച്ചർ കൊടുക്കാനായിട്ട് കളക്ടറേറ്റിൽ പോയിട്ട് കളക്ടറെ കാണാൻ ചെന്നിട്ട് കളക്ടർ എന്നെ കാണാൻ പോലും തയ്യാറായില്ല. ഒരു കാൻഡിഡേറ്റാണെന്ന് പറഞ്ഞിട്ട് പോലും കളക്ടർ പോലും എന്നെ കാണാൻ തയ്യാറായില്ല. കളക്ടറൊന്നും വിളിച്ചാൽ ഫോൺ പോലും എടുക്കുകയാണ്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഇവിടെ ഒരു വിലയില്ലെന്ന്. ഞാൻ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ അവിടെ ഒന്ന് കണ്ടേച്ച് വീട്ടിൽ പോയേക്കാം എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 1-2 പേരുടെ വോട്ടൊക്കെ സ്ഥാനാർത്ഥി എന്നല്ലേ അറിയാവുന്നവരോടൊക്കെ കണ്ടപ്പോൾ 2 വോട്ടൊക്കെ ചോദിച്ചാൽ അവിടെ നിന്ന് പോലീസുകാർക്ക് അത്ര സൂചിച്ചില്ല. അപ്പോൾ ആരാണ്ട് പാർട്ടിക്കാർ പറഞ്ഞു അവനെ ഇങ്ങനെ പൊക്കിക്കോളാൻ പറഞ്ഞു. എന്നാൽ അവന്മാരിങ്ങനെ വന്നിട്ട് എന്നെ വന്ന് ഭയങ്കര പേടിപ്പിലൊക്കെ. ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കാണ് നീ ആരാടാന്ന് ഇതിനെ കാണിച്ചിട്ടാന്ന് ഞാൻ ഒരു സി ഐ ഇങ്ങനെ വന്നിട്ട് എന്നെ കോളറെ പിടിച്ച് വലിച്ചിട്ട് ഒരു SI കൂട്ടിക്കൊണ്ട് എന്നെ ജീപ്പയിലോട്ട് കൊണ്ട് കയറ്റി. ജീപ്പേ വെച്ച് പോയ വഴിക്ക് 3-4 അടി എൻ്റെ മുഖത്തിനിട്ട് തലങ്ങ് അടിച്ചു. എന്നിട്ട് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ID കാർഡ് എടുത്ത് കാണിച്ചപ്പോഴാണ് അവന്മാർക്ക് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവർ ഭയങ്കര സ്നേഹത്തോടെ എനിക്ക് ചായ മേടിച്ചുകൊണ്ട് തരുന്നു, കാപ്പി മേടിച്ചുകൊണ്ട് തരുന്നു, ഭയങ്കര പരിപാടി. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തിട്ടാണ് വിട്ടത്. കുറേ പേപ്പറിലെല്ലാം ഒപ്പിടിപ്പിച്ചിട്ട് വൈകിട്ട് 2 പേരെ ജാമ്യക്കാരെ കൂട്ടി അവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെയാണ് വിട്ടത്. സ്ഥാനാർത്ഥികളുടെ ചിലവ് പരിശോധന 2ാം ഘട്ടത്തിനായി കോട്ടയത്തെത്തിയ സന്തോഷ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കുന്നതിനായാണ് തിരുനക്കരയിലെത്തിയത്. സംഭവത്തെ തുടർന്ന് സന്തോഷ് പുളിക്കൻ പാലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. i4A ന്യൂസ്, പാലാ.